എങ്ങനെ ഇരിക്കുന്നു ജീവിതം? ഇത്രയും കൂടി നേരത്തെ ആവായിരുന്നു. ഇതൊക്കെ ഇങ്ങനെ ആവുമെന്ന് നാട്ടിലാവുമ്പോ ആലോചിച്ചിട്ടുണ്ടോ? അറിയണ്ട എങ്ങനെയാ ആലോചിക്കാൻ. എനിക്കൊരു വ്യസനേ ഉള്ളൂ. ഇത്രയും കൂടെ മുമ്പേ എന്നെ ഇങ്ങോട്ട് കൊണ്ടുപോരായിരുന്നില്ലേ? എന്നാ അടുത്ത വണ്ടിക്ക് തന്നെ നീ തിരിച്ചു പോവായിരുന്നു. പോവില്ല. ഒരു യുദ്ധകാന്ഡമായിരുന്നു അത്. എന്ത് കുന്തായാലും ശരി. അത്രയ്ക്ക് വലിയ കഷ്ടപ്പാടായിരുന്നു. നീ അതറിയണ്ട. എനിക്കറിയണം. എന്നിട്ടാണോ സുഖാന്ന് ഞങ്ങൾക്ക് എഴുതിയിരുന്നത്? ദുഃഖാണെന്ന് എഴുതിയിട്ട് എന്താ കാര്യം? അയ്യോ, ഒരു കാര്യം പറയാൻ മറന്നുപോയി. എന്ത്? ഇന്നൊരു സ്ത്രീ 3 തവണ ഫോണിൽ വിളിച്ചിരുന്നു. വളരെ അടുത്തറിയാമെന്നേ പറഞ്ഞേ. പേരൊന്നും പറഞ്ഞില്ലേ? ദയോണ്ട് സഹായിച്ചൊന്നുമല്ല. പിന്നെ? വയസ്സൻ കമ്പനി ഉടമസ്ഥനെ അവിടെ ഇല്ലാത്തപ്പോൾ ഞാൻ വീട്ടിൽ ചെല്ലണം. എന്തിനാ മണിയേട്ടാ? മണ്ടിപ്പെണ്ണെ, വയസ്സന് വയ്യാത്തതിന്. കളവ്, മൊത്തം കളവ്. ഞാനിത് വിശ്വസിക്കില്ല. മണിയേട്ടൻ ഇങ്ങനെയൊക്കെ ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. അല്ലാതെ ഇന്ദ്രജാലം കൊണ്ട് ഞാൻ ഈ സ്ഥാനത്തെത്തിയെന്നാണോ നീ കരുതുന്നത്? കാം ഡൗൺ അമ്മണി, കാം ഡൗൺ. എന്താണിത്? അമ്മണി പറയാൻ പറഞ്ഞിട്ടല്ലേ ഞാൻ പറഞ്ഞത്? ഇവിടെ ഇതൊക്കെ സാധാരണയാണ്. അമ്മണി, അമ്മണി, എന്നെ കണ്ണീര് കുടിപ്പിച്ച് കാത്തിരുത്തിയിട്ട് ഇവിടെ ഇതായിരുന്നു പണി അല്ലേ? നിന്റെ ഒരു തൊട്ടാവാടിത്തം. എന്നിട്ട് ഇപ്പോഴും നശിച്ചു, ഒക്കെ നശിച്ചു. ഒന്നും നശിച്ചിട്ടില്ല. ഒരു കരപറ്റ ചിലവൊക്കെ വേണ്ടി വന്നു. വിശപ്പായിരുന്നു പ്രശ്നം. വിശപ്പ് മാറിയപ്പോ നിർത്തിയോ? ഇല്ല. എന്നാ ഉദ്യോഗം വേറെ നോക്കണമായിരുന്നു. നോക്കണം. കിട്ടണ്ടേ? കിട്ടില്ല അച്ഛാ, അങ്ങോട്ട് പോരായിരുന്നില്ലേ? അവിടെ വന്ന് പോത്തിനെ വയ്ക്കാനോ പട്ടിണി കിടക്കാനോ? എന്നിട്ട് അവിടെ ആരും കഴിയുന്നില്ലേ? എനിക്കങ്ങനെ കഴിഞ്ഞാ പോരാ. വെറുതെ തൊട്ടാവാടിയാവണ്ട. എനിക്ക് മണിയേട്ടനെ പങ്കിടാൻ ഇഷ്ടമില്ല. ഞാൻ സമ്മതിക്കില്ല. കിട്ടിയാവരുത് അമ്മണി. കാലിന്റെ പെരുവറ്റിലല്ല സ്നേഹം, അവിടുന്ന് മുകളിലോട്ട് എവിടെയുമല്ല, മനസ്സിലാണ്. ആവണം. കേക്കണ്ട, എനിക്ക് കേക്കണ്ട. നമുക്ക് ഒരുമിച്ച് കഴിയണ്ടേ? നീ കേൾക്കണം. കേൾക്കാതെ പറ്റില്ല. കളം വിട്ട് കളിക്കാണ്ട് ജയിച്ചാലേ ജയമാവൂ. കളം വിടാത്തവൻ ഇക്കാലത്ത് വെറും മണ്ടൻ. അവൻ പട്ടിണി കിടന്ന് ചാവും. ചാവാം മണിയേട്ടാ, നമുക്ക് ചാവാം. അമ്മണി, കൈമുതലില്ലാതെ ഞാൻ പോന്നു. നമുക്കൊരു ഭാവി വേണം. അതിനുവേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറായി. നോക്കൂ, എന്റെ മുഖത്ത് നോക്കൂ അമ്മണി. നോക്കൂ, എന്റെ മുഖത്ത് നോക്കൂ. ഈ യുദ്ധത്തിൽ തോറ്റ അമ്മണി, പിന്നെ നമ്മളില്ല. നീ എന്റെ കൂടെ വേണം. എന്തിനും. ഈശ്വര, ഭാര്യച്ചാൽ എന്താ അമ്മണി? എന്താ മണിയേട്ടാ? എന്റെ മനസ്സിൽ ഒരേ ഒരു മരിപ്പച്ച നീയാണ് മണി. ലോകത്തിന്റെ മുമ്പിൽ പല നാടകങ്ങളും വേണ്ടിവരും. സാരമില്ലാതൊന്നും. എനിക്ക് നിന്നെ വിശ്വാസമുള്ളത്രേ. നീ എന്നെയും വിശ്വസിക്കണം. ചിരിക്കും. ചിരിച്ചല്ലാതെ നിന്നെ കണ്ടാൽ എന്റെ മനസ്സ് വേദനിക്കും. ചിരിക്കൂ അമ്മണി,
ചിരിക്കൂ അമ്മണി. മണിയേട്ടൻ എന്റെയാണ്, എന്റെ മാത്രം. ഞാൻ മണിയേട്ടന്റെയും. മോളിവിടെ വന്ന് കേറിയപ്പോ എന്തൊരമ്പരപ്പാർന്നു മുഖത്ത്. ഒക്കെ വേഗം ശീലാവുന്ന അമ്മാവൻ പറഞ്ഞില്ലേ? ഇപ്പോഴോ? ഞാൻ വന്നപ്പോ അമ്മാവൻ ഏറെയായി പണി. മോളിവിടെ വന്നത് അമ്മാവൻ എത്ര സന്തോഷായിരുന്നു. ഇപ്പോഴേ ഇതൊരു വീടാന്ന് തോന്നും. എന്നിട്ട് അമ്മാവൻ ആരുമില്ലേ? ഇല്ല. ഇവിടെ വരുന്നതിന് മുമ്പ് എവിടെയായിരുന്നു? എന്തിനാ മോളെ ഇതൊക്കെ ചോദിക്കണ്? ഈ പണി തന്നെയായിരുന്നു. ജയിൽവാസത്തിന് യോഗം ഉണ്ടായിരുന്നു. എന്തിന്? ഭാര്യയെ കൊന്നേന്. കൊന്നു? കൊന്നു. എന്തിന്? വലിയേടത്തെ പെണ്ണ് മരുമക്കത്തായ തറവാട് ഭാഗിച്ചപ്പോ എനിക്കൊന്നുമില്ലാണ്ടായി. അപ്പൊ അവൾക്ക് ഞാൻ പോരാന്നായി. രണ്ടാമതൊരാളും കൂടി. നേരിൽ കണ്ടപ്പോ സഹിച്ചില്ല. വെട്ടൊന്ന് തുണ്ടം 2 ജീവപര്യന്തം ജയിലിൽ. മണിയേട്ട, നമ്മുടെ അമ്മാവനില്ലേ മൂപ്പരെ? ഓഹോ, അമ്മാവൻ ജയിലിൽ പോയ കൊലപ്പുള്ളിയാണ് അതല്ലേ? നിശ്ചയുണ്ടായിട്ട് തന്നെയാ? 1.5 കൊല്ലമായി എന്റെ കൂടെ. തികച്ചും വിശ്വസിക്കാം ആളെ. എന്നാലും എന്തുണ്ടായി എന്ന് നോക്കരുത് ആരുടെ കാര്യത്തിലും. ഇപ്പോ എങ്ങനെയുണ്ട് എന്നെ ഞാൻ നോക്കാറുള്ളൂ. രണ്ടാളും ചേരും.